നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ 5 വരെ സീറ്റുകൾ BJP നേടാമെന്ന്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വശത്ത് PC ജോർജിൻ്റെ പുലമ്പൽ, മറുവശത്തിത പാലക്കാട് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ BJP പ്രവർത്തകർ തന്നെ കളത്തിലിറങ്ങുന്നു. കഴിഞ്ഞ കുറേ കാലമായി BJPയുടെ ഔദ്യോഗിക നേതൃത്വവും ശോഭാ സുരേന്ദ്രനും തമ്മിൽ നിലനിന്നിരുന്നൊരു ശീതസമരം. അതിൻ്റെ ഭാഗമായി പലപ്പോഴും നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രനെ കേരളത്തിന്റെ തെക്ക് വടക്ക് ഓടിക്കുന്ന കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും പിന്നീട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലുമൊക്കെ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ വോട്ട് നില ഉയർത്തുന്നത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേരളം. BJPക്കേറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്ന് BJP തീരുമാനമെടുത്തു. കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നതിനിടയിലാണ് ശോഭയെ പാലക്കാട് തന്നെ നിർത്തി മത്സരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വലിയ ആരവങ്ങൾ ഉയർത്താൻ ശോഭയ്ക്ക് കഴിഞ്ഞു. പാലക്കാട് BJP പ്രവർത്തകർ വലിയ ആവേശോജ്വല സ്വീകരണമാണ് ശോഭാ സുരേന്ദ്രന് നൽകിയത്. എന്നാൽ ശോഭാ സുരേന്ദ്രനെ ഭയപ്പെടുന്ന ഒരു കൂട്ടർ BJPയിൽ തന്നെയുണ്ട് എന്ന് വ്യക്തമാണ്. പാലക്കാട് ഒരു പ്രമുഖ BJP നേതാവ് അടക്കം ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവിനെ അത്ര അനുകൂലിച്ചിരുന്നില്ല. BJPക്കേറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരം, പാലക്കാട്, നേമം, കഴക്കൂട്ടം തുടങ്ങിയ മണ്ഡലങ്ങൾ. പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന തൃശ്ശൂരിലും BJP വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്നു. വട്ടിയൂർക്കാവിലും BJPക്ക് നേരിയ പ്രതീക്ഷയുണ്ട്. 5 സീറ്റുകളെങ്കിലും ഇക്കുറി കേരളത്തിൽ കൊയ്തെടുക്കുമെന്നാണ് BJPയുടെ ആത്മവിശ്വാസം. അതിൽ ഒരു സീറ്റ് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയത് സിനിമാ നടൻ രമേശ് പിഷാരടി. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ചൊല്ലി ചില വിവാദങ്ങൾ ഇതിനിടയിൽ ഉയർന്നു വന്നു. CPMന്റെ പ്രമുഖന്മാരെ ആരെയും കളത്തിലിറക്കാൻ പാലക്കാട് CPMനോ LDFനോ കഴിഞ്ഞില്ല. അവിടെ ബിരിയാണി കച്ചവടക്കാരനായ NMR റസാക്കിനെയാണ് CPM മത്സരിപ്പിക്കുന്നത്. NMR റസാക്കിന് അത്ര വലിയ വിജയപ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രമേശ് പിഷാരടിക്കൊപ്പം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചേർത്ത് നിൽക്കുന്ന കാഴ്ച. NMR റസാക്കിനെ പാലക്കാട് മത്സരിപ്പിക്കുന്നത് CPMും BJPയും തമ്മിലുണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ് എന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തി. തൊട്ടു പിന്നാലെ രാഷ്ട്രീയ പോരാട്ടത്തിനാണെങ്കിൽ എന്തിനാണ് രമേശ് പിഷാരടിയെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചത് എന്ന ചോദ്യമാണ് തിരിച്ച് CPM നേതാക്കൾ ചോദിച്ചത്. ശോഭാ സുരേന്ദ്രൻ ശക്തമായ മത്സരം കാഴ്ചവെച്ച് മണ്ഡലത്തിൽ മുന്നേറുന്നതിനിടയിലാണ് ഇന്നലെ നടന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ. അതുകൊണ്ട് തന്നെ ന്യായമായ ഒരു സംശയമുയരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ശത്രുക്കൾ സ്വന്തം പാളയത്തിൽ തന്നെയാണോ? പാലക്കാട് വടക്കന്തറയിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ വിവാദമായിരിക്കുന്നത്. ഈ സംഭവം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അക്ഷരാർത്ഥത്തിൽ മണ്ഡലം തിളച്ചുമറിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഇപ്പോഴിതാ രമേശ് പിഷാരടിക്ക് പിന്നിൽ ആദ്യം അണിനിരുന്നത് പാലക്കാട് LDF സ്ഥാനാർത്ഥി NMR റസാഖ് തന്നെ. ജനമധ്യത്തിൽ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ NMR റസാഖ് രമേശ് പിഷാരടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, പ്രത്യേകിച്ച് BJPയുടെ ഈ ആക്രമണത്തിനെതിരെ. മറുവശത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CPM നേതാവുമായ പിണറായി വിജയൻ ഇതാ രമേശ് പിഷാരടിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തി. ശക്തമായ വിമർശനമാണ് BJP പ്രവർത്തകരുടെ നേരെ പിണറായി വിജയൻ ഉയർത്തുന്നത്. ഇടതും വലതുമൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച. രമേശ് പിഷാരടിയെ വിജയിപ്പിക്കുകയാണിപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം. എന്നാൽ മറുവശത്ത് BJPയുടെ ഹെവി വെയ്റ്റ് താരം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭയെ തറപറ്റിക്കുക അത്ര എളുപ്പമല്ല എന്ന് രമേശ് പിഷാരടിക്കും ബോധ്യം വന്ന ദിവസങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ നാളുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ രമേശ് പിഷാരടിയുടെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുക്കുകയും പ്രവർത്തകരെ തടയുകയും ചെയ്തത് ജനാധിപത്യ വിരുദ്ധം തന്നെ. ഇതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണം. ഈ സംഭവം വോട്ടർമാർക്കിടയിൽ BJPക്കെതിരെയുള്ള ഒരു വികാരമാക്കി മാറ്റുകയാണ് UDFന്റെ ലക്ഷ്യം. ഇന്നലെ രാത്രി നഗരത്തിൽ പന്ത് കൊളുത്തി പ്രകടനം നടത്തി. BJPയുടെ സഹിഷ്ണുതയില്ലായ്മയാണ് ഇന്ന് പ്രചരണ വിഷയം. പരമാവധി സഹതാപ തരംഗം ഉയർത്തി മണ്ഡലത്തിൽ വിജയമുറപ്പിക്കുവാൻ രമേശ് പിഷാരടിയും തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. തനിക്ക് രമേശ് പിഷാരടി ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാണ്. എന്നാൽ പാലക്കാടിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇക്കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവം. രാഷ്ട്രീയ വൈരത്തിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിനും വില നൽകുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ റസാഖിന്റെ ഗ്രാഫ് ഉയർന്നുവെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. BJP പ്രവർത്തകർ പിഷാരടിയെ തടഞ്ഞപ്പോൾ അതിനെ തള്ളിപ്പറയാൻ റസാഖ് കാണിച്ച ആർജവം നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവം ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് ഒരു വെല്ലുവിളിയായി മാറി.
എന്നാൽ ഇതൊന്നും ശോഭയുടെ വിജയപ്രതീക്ഷ കെടുത്തുന്നില്ല. BJPക്ക് പാലക്കാടുള്ളത് കരുത്തുറ്റ വോട്ട് ബാങ്ക്. നിഷ്പക്ഷ സ്ത്രീപക്ഷ വോട്ടർമാരെ ഒപ്പം നിർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിയും. മറുവശത്ത് സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ ശോഭയ്ക്ക് വോട്ട് ശതമാനം ഉയർത്താൻ ഇടവരുത്തും. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ശോഭയുടെ ബാലറ്റ് പെട്ടിയിൽ വീഴുമെന്നാണ് പൊതുവെ കണക്കുകൂട്ടൽ. അണികളുടെ അതിരുകടന്ന ആവേശമാണോ അതോ ശോഭാ സുരേന്ദ്രനെ വെട്ടിലാക്കാൻ ആരൊക്കെയോ ചേർന്ന് ബോധപൂർവം ആസൂത്രണം ചെയ്തതാണോ? എന്തായാലും രമേഷ് പിഷാരടിയെ തടഞ്ഞ സംഭവം ഇപ്പോൾ വലിയ തലവേദനയായിരിക്കുന്നു BJPക്ക്. ശോഭയുടെ വോട്ടുകൾ കുറയ്ക്കാൻ കൂടത്തിലുള്ളവർ തന്നെ നടത്തിയ പാരയാണ് ഇതെന്ന പൊതു അഭിപ്രായമുയരുന്നു. ചുരുക്കത്തിൽ പാലക്കാട് മത്സരത്തിൽ വിജയിച്ചു കയറി ശോഭാ സുരേന്ദ്രൻ ഇങ്ങ് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലെത്തിയാൽ പലരുടെയും ഉറക്കം കെടുത്തും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. BJP പ്രവർത്തകർ എന്ന പേരിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ആ പ്രതിഷേധക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയോ? 2019 അന്ന് ആറ്റിങ്ങലിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ CPM പ്രവർത്തകർ ആക്രമിക്കാനെത്തിയിരുന്നു. BJPയുടെ ശക്തി കേന്ദ്രത്തിൽ വോട്ട് ചോദിച്ചു വരേണ്ട എന്ന് പറഞ്ഞായിരുന്നു രമേഷ് പിഷാരടിയെ തടഞ്ഞത്. BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പിഷാരടിയെ തടഞ്ഞു. കാസർഗോഡ് ചെറുവത്തൂരിൽ പ്രചാരണത്തിനെത്തിയ UDF പ്രവർത്തകരെ CPM അംഗം തടഞ്ഞതായും മറ്റൊരു പരാതി ഉയരുന്നു. ജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് രമേഷ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞത് എന്ന് KC വേണുഗോപാൽ പറയുന്നു. അസഹിഷ്ണുതയാണ് ഇവിടെ പുറത്തു വരുന്നത്. പാലക്കാട് ജില്ലയിലാകെ കാറ്റ് മാറി വീശുമെന്നാണ് KC വേണുഗോപാലിന്റെ നിരീക്ഷണം. വടക്കുന്തറ അമ്പലത്തിന് പുറകുവശത്തുള്ള ചെറിയൊരു ക്ഷേത്രത്തിലേക്ക് നടക്കവേ പെട്ടെന്ന് ഇളം നീല ചുരിദാറിട്ട സ്ത്രീ രോഷത്തോടെ പാഞ്ഞു വന്നു എന്നാണ് രമേഷ് പിഷാരടിയുടെ പ്രതികരണം. ഇതുവഴി നിങ്ങളെ ആരെയും കടത്തിവിടില്ല എന്നവർ ആക്രോശിച്ചു. സ്ത്രീ ആയതുകൊണ്ട് തന്നെ താൻ ശ്രദ്ധയോടെയാണ് പെരുമാറിയത്. BJP ശക്തി കേന്ദ്രമാണിവിടെ. ഇവിടെ വേറെ ആരെയും വോട്ട് ചോദിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമെന്ന് ഈ സംഭവത്തെ പിഷാരടി വിശേഷിപ്പിക്കുന്നു. പിഷാരടിക്കെതിരെയുള്ള ഈ ആസൂത്രിത നീക്കത്തിന് പിന്നിൽ BJPയിൽ തന്നെയുള്ള വിഭാഗീയതയാണ് എന്ന സംശയം ബലപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.